ഹായ് കൂട്ടുകാരെ. ഇന്നൊരു മീൻകറി വെക്കാൻ പോവാട്ടോ. ഒരു 1/2 കിലോ കൊഴുവ മേടിച്ചിട്ടുണ്ട്. അപ്പം അത് വെക്കുകയും ചെയ്യണം, വറക്കുകയും ചെയ്യണം. സാധാരണ ഞാൻ 1/2 കിലോ കൊഴുവ മേടിച്ചാലും അത് പീരയും പറ്റിക്കും, വറക്കുകയും ചെയ്യും, വെക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞാനിന്നിപ്പോൾ ഒരു വെക്കലും ഒരു വറക്കലും. അപ്പോൾ വെക്കാനുള്ളത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കിലോ കൊഴുവ എന്ന് പറയുമ്പോൾ അറിയാലോ, ഇത് അത്യാവശ്യം വലിയ കൊഴുവയായിരുന്നേ. അപ്പോൾ അതിൽ നിന്ന് പകുതിയല്ല 3/4 ഭാഗം എടുത്ത് വറക്കാനെടുത്തു. വറക്കണേനാലേ ചിലവ് കൂടുതൽ. അപ്പോൾ ആ ഒരു കൊഴുവ വലിയ കൊഴുവയായതുകൊണ്ട് ഞാനത് 3 പീസാക്കും. 3 കുരൂരാന്നുള്ള. അപ്പോൾ അതാകുമ്പോൾ വറുത്തെടുക്കാൻ നല്ല രസമാണ് കഴിക്കാനും. അപ്പോൾ അതിലോട്ട് ഇതേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് അത് മുളക് പുരട്ടി മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ അത് വറക്കാൻ. പിന്നെ കറി വെക്കാനുള്ളത് ഒരു ശകലം കൊഴുവയുണ്ട്. അതിലേക്ക് ഇതേ കുറച്ച് തേങ്ങ, ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് അരച്ച് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം കേട്ടോ. അപ്പം ഇത് എൻ്റെ ചെറിയ ജാർ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കും. അത് ഇതുവരെ നന്നാക്കിയില്ല. കേടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങനെ ഇരിക്കും, നന്നാക്കണേ കണക്കാതെ കണ്ടോ. അപ്പോൾ ആദ്യം അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം, അന്നേരമാണ് തേങ്ങ അരഞ്ഞ് കിട്ടാൻ എളുപ്പം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് തേങ്ങ അരച്ച് വെച്ചു. പിന്നെ കറി വെക്കാനായിട്ട് വെളുത്തുള്ളി തൊണ്ട് പൊളിച്ച് കഴുകി ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളി ആയിരുന്നു വേണ്ടത്. ഉള്ളി ഇല്ലെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഒരു കുഞ്ഞി സവോളയും കൂടെ പകുതി എടുത്ത് ചതച്ച് വെച്ചു. പിന്നെ ഒരു ചട്ടി, അതിൽ ഓയിലൊഴിച്ച് ആവശ്യത്തിനുള്ള ഉലുവയിട്ട് പൊട്ടിച്ചു. അപ്പോഴാണ് ചിറ്റിക്കാൻ മറന്നുപോയത്. പിന്നെ ഞാനതങ്ങ് ചിറ്റിച്ചിട്ട് അതൊന്ന് പൊട്ടി വന്നെ വരെ വെയിറ്റ് ചെയ്തു. പൊട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ ചതച്ച് വെച്ചേക്കണ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ നമുക്കതിലോട്ട് ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ അരച്ച കറിയല്ലേ വെക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പച്ചമുളക് ഉണങ്ങണേൻ്റെ തൊട്ട് മുമ്പത്തെ സ്റ്റേജ് എത്തിയായിരുന്നു. നമ്മളിങ്ങനെ കീറുമ്പോൾ ഭയങ്കര പാടായിരുന്നു. പിന്നെ തേങ്ങ പൊതിച്ച് തേങ്ങയുടെ ചകിരി വലിക്കും പോലെ വലിച്ച് കീറി അതിലേക്ക് ഇട്ടു. 2-3 പച്ചമുളകും ഇട്ടു, നന്നായിട്ട് വഴറ്റി. പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഇച്ചിരി അധികം വേണം കേട്ടോ. അതായത് ഒരു 1/2 സ്പൂണൊക്കെ, കണ്ടമാനം വാരിയിട്ട് മഞ്ഞക്കുത്തി ഒഴിക്കും. അപ്പോൾ നമുക്കൊരു പാകമൊക്കെ അറിയാലോ. ഒരു മഞ്ഞയും ഒരു റെഡും അങ്ങനെ ഒരു കളറൊക്കെ ആയി കറിക്കൊരു ഭംഗി കിട്ടാൻ വേണ്ടി. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടു. കണ്ടാൽ ഒത്തിരി മുളക് പൊടി തോന്നുമെങ്കിലും അത് 2 മുളക് പൊടി കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് അതിൻ്റെയും പച്ചമണം മാറി ഇച്ചിരി തിളപ്പിച്ച വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുത്താൽ മീൻ കറിക്ക്. തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു പച്ചച്ചുവ കുറവായി കിട്ടും. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വാരിക്കോരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വാരിക്കോരി ഇട്ടില്ല, പാകത്തിന്. ഉപ്പൊക്കെ പാകത്തിന് അറിയാലോ. അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതേ മീൻ കണ്ടോ, കൊഴുവ. ഇനി ഇത്രയേ ഉള്ളൂ. 3/4 ഭാഗം മറക്കാനെടുത്തപ്പോൾ കണ്ടോ വലിയ കൊഴുവയാണ്. അപ്പോൾ അതേ അതിലേക്ക് ഇരുമ്പുളി ഇട്ട് വെക്കാമെന്ന് ഓർത്തു. ഇരുമ്പുളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. വെള്ളം തിളച്ചപ്പോൾ ഇനി അത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിനി മൂടി വെക്കണം. അപ്പോൾ അതവിടെ ഇരുന്ന് ഒന്ന് തിളച്ച് വേണം നന്നായിട്ട്. ഇത് തിളച്ച് വന്ന് കണ്ടോ. അപ്പോൾ നല്ലൊരു കളറല്ലേ ഇപ്പോഴേ കറിക്കാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം കൊഴുവയും കൂടെ ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂടി വെച്ച് ഇനി നമുക്കത് വേവിച്ചെടുക്കാം. നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. ഇച്ചിരി കൊഴുവയുള്ളെങ്കിലും 3 ദിവസം ഈ കറി കൂട്ടി. നിസ്സാര അംഗങ്ങളൊന്നുമല്ല, 5 അംഗങ്ങളുണ്ട് കേട്ടോ. അതേ തേങ്ങ കിണറ്റിലേക്ക് ഇട്ട പോലെ ഉണ്ടാവും, വലിയ ജാറിലേക്ക് ഇട്ടപ്പോൾ. അപ്പോൾ ഇതേ കറി ഏകദേശം വെന്തു. ഇനി അതിലോട്ട് അരപ്പ് ഒഴിച്ചു കൊടുക്കണം. തേങ്ങ അരച്ച് വെച്ചതേ. ഇനി ഒത്തിരി ഇട്ട് ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോവും. അപ്പോൾ അതിലേക്ക് അരപ്പും ചേർത്ത് നന്നായിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി മിക്സിയുടെ ജാറ് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പം ഇത്തിരി കൊഴുവുണ്ടെങ്കിലും കണ്ടോ. അപ്പോൾ ചാറൊക്കെ കൂട്ടിയെടുത്തപ്പോൾ 2-3 ദിവസം കൂട്ടാനുമായി നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു പുതിയ ചാനൽ തുടങ്ങണയാണ്. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ 5 അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞത്. എനിക്ക് 3 കുട്ടികളുണ്ട്. ഞാനൊരു വീട്ടമ്മയാണോ എന്ന് വെച്ചാൽ വീട്ടമ്മയാണ്. 2 ആൺപിള്ളേരും ഒരു പെണ്ണുമാണ് എനിക്കുള്ളത്. മൂത്ത മോൻ 6ാം ക്ലാസ്സിൽ. അപ്പോൾ കറി ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളിയാണെന്നാണ് ഞാൻ പറയണത്. പക്ഷെ നല്ല കറിയായിരുന്നു കേട്ടോ.
അപ്പോൾ അതേ കറി വാങ്ങി ഇനി അതിലോട്ട് ഞാൻ പച്ച വെളിച്ചെണ്ണയാട്ടോ ഒഴിക്കണേ. താങ്ക് യു.